ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ ഈവനിങ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാപ്പി ന്യൂസ് എന്താണെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ആദ്യം നമ്മുടെ ക്രിസ്മസ് ഡെക്കേഴ്സൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാനിതൊക്കെ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട് മുഴുവൻ പൊടിയും കച്ചറയൊക്കെ ആയിരുന്നു. ആ റൂമിൻ്റെ റിനോവേഷനൊക്കെ തീർന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഒറ്റ സ്ട്രെച്ചിന് ഞാനും ആലനും പിള്ളേരും ഉണ്ടായിരുന്നു. ഒരു 12:30 വരെ നിന്നിട്ടാണ് ഈ ഡെക്കറൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഭാഗ്യത്തിന് അത് കത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ ജയ്പൂരിൽ നിന്ന് മോളിയേണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു സിസിജിയിലേക്ക് വേണ്ടി ഒരു ലോഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്ന് 2-3 എണ്ണമൊക്കെ എടുത്ത് വെച്ചിരുന്നിട്ടാണ് നമ്മൾ ആ ലൈറ്റ്സൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് വോം ലൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഞാൻ വിചാരിച്ചു ഇത്തിരി ഒരു കളർ ചേഞ്ച് കിടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവിടെ പിങ്ക് ഇട്ടത്. ഈ ഡോറിൽ കിടക്കുന്ന ഡെക്കറ് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു കമ്പി റൗണ്ട് ഷേപ്പിൽ അലനെ കൊണ്ട് മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ പ്ലെയറൊക്കെ വെച്ച് അത് റൗണ്ട് ഷേപ്പ് ആക്കി അതിൽ ആ ഗ്രീൻ സാധനമൊക്കെ ചുറ്റി. പിന്നെ ആ വൈറ്റ് സംഭവം നമുക്ക് ഒറ്റ പീസായിട്ട് കൊല്ലത്തുനിന്ന് മേടിക്കാൻ കിട്ടിയത്. അത് ഞാനെടുത്ത് അതിലങ്ങ് അറ്റാച്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോഴത്തേക്ക് അതൊരു ഡോർ ഡെക്കറായി. പിന്നെ ഇവിടെയുള്ളതും അതേ പരിപാടി തന്നെയുണ്ടോ. മറ്റേ കേബിളിൻ്റെ പണിക്ക് കൊണ്ടുപോകുന്ന കമ്പിയാണ് ആ ആർച്ചിൽ വലിച്ച് കെട്ടിയിട്ട് അതിൽ ഈ 2 ടൈപ്പ് ഗ്രീനിൻ്റെതും വൈറ്റിൻ്റെതും കൂടെ ചേർത്ത് ചുറ്റി അതിൻ്റെ അകത്ത് സ്ട്രിപ്പ് ലൈറ്റ്സ് ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും. ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ 2-3 കൊല്ലം വാങ്ങിച്ചതെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നല്ലത് മാത്രം കീപ്പ് ചെയ്ത് ബാക്കി ഡിസ്പോസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. പിന്നെ അതെൻ്റെ ഒരു റെഡ് ഷോളാണ്. അവിടെ ആ തൂണ് വളരെ പ്ലെയിനായിട്ട് കിടന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചുറ്റി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഈ ടേബിളിന് മീതെ കിടക്കുന്ന ക്ലോത്ത് ഒന്ന് നമ്മുടെ ആ കേർട്ടൻ്റെ പീസാണ്, ആ വൈറ്റ് നെറ്റ്. അത് ഞാൻ അങ്ങനെ അതേ ഷേപ്പിൽ മുറിച്ചെടുത്തു. പിന്നെ അതിൻ്റെ മേളിൽ കിടക്കുന്നത് നമ്മൾ വിറ്റ് കളഞ്ഞൊരു സോഫയുടെ കവറാണ്. അതിൻ്റെ താഴെ ഈ ആർച്ച് ഷേപ്പിൽ ഉണ്ടായിരുന്നതൊക്കെ ഞാനങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ആ റെഡ് പീസ് മാത്രമേ അവിടെ വെച്ചു. അപ്പോൾ ആ വൈറ്റ് നെറ്റും അതിൻ്റെ മീതെ ആ റെഡ് നെറ്റും കൂടെ ആയപ്പോഴത്തേക്ക് അത് നല്ല അടിപൊളി ഒരു ടേബിൾ റണ്ണറായി. റെഡ് ടവലിൻ്റെ മീതെ ഞാൻ ആ നെറ്റിൻ്റെ ഒരു പീസ് തന്നെയാണ് കേട്ടോ എടുത്ത് കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ആ ഇട്ടിരിക്കുന്ന ക്രീം ടവൽ അവന്മാർക്ക് ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്. റെഡിൽ ഇപ്പോൾ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ നമ്മൾ തയ്യൽ മെഷീൻ ഈ റൂമിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അമ്മച്ചിയുടെയും ലില്ലിയമ്മച്ചിയുടെയും നൈറ്റിയൊക്കെ ഞാൻ തയ്ച്ചു കേട്ടോ. അത് രണ്ടുമാണ് മടക്കി ചെയറിലിട്ടേക്കുന്നത്. മരുമോളോട് ചോദിച്ചപ്പം ലില്ലിയമ്മച്ചിക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് അമ്മായിയമ്മ ഇഷ്ടമുള്ളത് എടുത്തിട്ട് മറ്റേത് ഞാൻ എടുക്കാമെന്ന്. ലില്ലിയമ്മച്ചി കൊച്ചിക്ക് പോയിരിക്കുകയാണ്. അപ്പച്ചൻ്റെ ഒരു റിലേറ്റീവിന് സുഖമില്ല. കൊച്ചുപ്പയും ലില്ലിയമ്മച്ചിയും കൂടെ കൊച്ചി വരെ പോയിരിക്കുക. ഇന്ന് നൈറ്റ് തന്നെ ഇങ്ങ് എത്തും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും അത് ഫിക്സ് ചെയ്യത്തതേ ഉള്ളൂ. ഇതാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കിഡ്സ് ബെഡ്റൂം. ഈ കേർട്ടൺ ഇടുന്നത് വരെ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് പിന്നെ ടൈം ടേബിളാണ് കേട്ടോ. ഫോളോ ചെയ്യും എന്ന് കുക്കു സാർ ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിവിടെ ഒട്ടിച്ചത്. കുക്കുവിൻ്റെ വീക്ക് ഡേയ്സിലെയും വീക്കെൻഡ്സിലെയും പിന്നെ നിലുവിൻ്റെത്. വേക്കപ്പ് ആൻഡ് ഡു വാട്ട് എവർ ഐ വോണ്ട് അണ്ടിൽ സമ്മൺ പുട്ട്സ് മീ ടു സ്ലീപ്പ്. അതാണ് അവൻ്റെ ഒരു റുട്ടീൻ. അതങ്ങനെ തന്നെ ആണല്ലോ. പിന്നെ ബെഡ്ഷീറ്റും തലവണി കവറും എല്ലാം ഞാൻ ക്രിസ്മസ് പ്രമാണിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ കാണത്തില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ മടക്കി അലമാരയിലാക്കും. അല്ലെങ്കിൽ ഓരോ മാസവും ഞാൻ ബെഡ് സ്പ്രെഡും പില്ലോ കവറും ഒക്കെ മേടിക്കേണ്ടി വരും. ഇവന്മാർ ഈ പുറത്ത് കളിച്ചിട്ട് വന്ന് അതേ കാലമായിട്ട് കയറി ചാടുമ്പോൾ. ലാസ്റ്റ് വീഡിയോയിൽ പിന്നെ ഈ ഒരു സൈഡ് നമ്മൾ റിനോവേറ്റ് ചെയ്തത് നമ്മളല്ല ആലൻ റിനോവേറ്റ് ചെയ്തത് കണ്ടുകൊണ്ടിരുന്നില്ലേ. അത് ഇതേ ഇങ്ങനെയാക്കി കേട്ടോ. അവിടെ ബഫലോ ഗ്രാസ് ഒക്കെ നട്ടിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് അത് ഫുള്ള് കിളിച്ച് വരും. നടുക്കൂടെ ഒരു വഴി പോലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെയും ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിനി ഹോം ടൂർ. അതായത് ഇതിവിടെ ഞാൻ ഹോം ടൂർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു നോട്ടീസബിളായിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ഇവിടെ വരുത്തിയത് കൊണ്ടും പിന്നെ ക്രിസ്മസ് ഡെക്കറും എല്ലാം കൂടെ കാണിക്കാനാണ് ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചത് കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നാളെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ സാധാരണ ബർത്ത്ഡേക്ക് ബിരിയാണിയോ കുഴിമന്തിയോ ഒക്കെ ആണെങ്കിലും അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെയാണല്ലോ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഞായറാഴ്ചയാണ്, എന്നാലും അലൻ ചന്തയിൽ പോയി ഒരു ചൂരമീനും കപ്പയും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കപ്പ വേവിച്ച് ഞാൻ ഇവിടെ ഊറ്റുപാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പുളിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അരിഞ്ഞു പിടിച്ച് വെച്ചിട്ട് അമ്മ വരുന്നത് വരെ കാത്തിരുന്നതാണ്. അമ്മ വരുമ്പോഴത്തേക്ക് പുളി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അമ്മയ്ക്കൊരു പാലുകാച്ചുണ്ട്, അതിന് പോയേക്കായിരുന്നു. കിച്ചൻ്റെ ആ സൈഡ് ഞാൻ എപ്പോഴും അങ്ങനെ കാണിക്കാത്തത് കൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയ സമയത്താണ് ഞാൻ ആ പുളി എവിടെ ഇരിക്കുന്നതൊക്കെ കാണിച്ചത്. നമുക്ക് ആദ്യം കപ്പ മസാല വരട്ടാം. മസാലയല്ല, അരപ്പ് വരട്ടാം. നല്ല കപ്പയായിരുന്നു കേട്ടോ. ഒരു വിസിലിൽ നന്നായിട്ട് വെന്തു. ഇതിൽ ഇത്തിരി വെള്ളവും കൂടെ ഒഴിക്കണം. കപ്പ കുഴച്ചതാകുമ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിൽ വരണമല്ലോ. പിന്നെ ഇതിൻ്റെ അരപ്പ് ഞാൻ നേരത്തെ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ജീരകവും 2-3 ചുവന്നുള്ളിയും ഒരു നല്ല പച്ചമുളകും, കാന്താരി ആണെങ്കിൽ ബെസ്റ്റ്. എന്നിട്ട് ആ അരപ്പ് ഈ കപ്പയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് അത് ഉടച്ച് കുഴയ്ക്കണം. അങ്ങനെ ഉടയ്ക്കുമ്പോൾ ചില ചീനിയുടെ പീസസൊക്കെ നന്നായിട്ട് സ്മാഷ് ആവും. എന്നാലേ ആ നല്ല കുഴഞ്ഞ പരുവത്തിന് വരത്തുള്ളൂ. ഇനി കപ്പ ഒന്നും കൂടെ നമ്മൾ ചൂടാക്കണം. അരപ്പ് റെഡി ആയതല്ലേ ഉള്ളൂ. ഇപ്പം അത് നല്ല രീതിയിൽ ചൂടാക്കി അത് താളിക്കണം. ഇപ്പുറത്ത് ഞാൻ മീൻകറിക്കായിട്ട് ചട്ടിയും വെച്ചിട്ടുണ്ട്. നല്ല പീസസൊക്കെ എടുത്ത് ഒരു മീൻകറിയും
പിന്നെ തലയും മുള്ളും വാലും ഒക്കെ കൂടെ ഒരു സൂപ്പ് ഞാൻ വെക്കുന്നില്ല, അമ്മയാണ് വെക്കുന്നത് കേട്ടോ. എനിക്ക് അമ്മ വെക്കുന്ന സൂപ്പാണ് ഇഷ്ടം. ഞാൻ വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്ത് അതിനെ പകുതി എന്താ പറയുക ഒരു മപ്പാസിലേക്ക് ഞാൻ കൊണ്ടുപോകും. അമ്മയ്ക്ക് ആ റോ സൂപ്പാണ് ഇഷ്ടം, അമ്മയ്ക്കും ലില്ലി അമ്മച്ചിക്കും. അപ്പോൾ സൂപ്പ് അമ്മ തന്നെ വെക്കാമെന്ന് പറഞ്ഞു. കപ്പ താളിക്കാനായിട്ടുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. മീൻകറി വെക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, അല്പം ജീരകം ഇതെല്ലാം കൂടെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് കീറിയിട്ടതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിൽ വഴന്നു വരുന്ന സമയത്തിന് അവിടെ കപ്പ താളിക്കാനുള്ള കൂട്ടിലേക്ക് ഞാൻ ചുവന്നുള്ളിയും 2 പിരിയമുളകും അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അതെടുത്ത് കപ്പയുടെ മീതേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കപ്പയുടെ പരിപാടി അവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മൂത്തുകൊണ്ടിരുന്നതിലേക്ക് കുറച്ച് അരിഞ്ഞ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഈ ഒരു അരപ്പിൽ ഞാനൊരു 4 ചുവന്നുള്ളി, അര തക്കാളി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ചധികം കാശ്മീരി മുളക് പൊടി, പുളിവെള്ളം ചേർത്താണ് അരച്ചെടുക്കേണ്ടത്. ആ സമയത്ത് ഇവിടെ പുളി ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ ലേശം വെള്ളം ചേർത്താണ് അത് അരച്ചെടുത്തത്. ഇപ്പോൾ ഇതേ കുറച്ച് പുളിവെള്ളം കൂടെ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് അരപ്പൊന്ന് കുറുകി നന്നായിട്ട് തിളയ്ക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചാൽ നല്ല രീതിക്ക് കുറുകിയ ചാറ് കിട്ടും. ഇത് ലില്ലിയംച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. ലില്ലിയംച്ചി എപ്പം മീൻകറി കിട്ടിയാലും എന്ത് മീനാണെങ്കിലും എരിവിൽ വെക്കുമ്പോൾ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. മീൻ്റെ അരപ്പ് അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴേക്ക് അതിലേക്ക് ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി, നമ്മൾ കുറച്ച് പേരെ ഉണ്ടാകത്തുള്ളൂ, പിന്നെ സൂപ്പും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് തിളയ്ക്കുന്ന പരുവത്തിന്, അതൊന്ന് തിളയ്ക്കണമല്ലോ, ആ ഒരു ഗ്യാപ്പിന് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന ഓഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടിട്ടാണല്ലോ അടുത്തത് ആഡ് ചെയ്യുന്നത്. പഴയ ഫോണിൽ ആഡ് ചെയ്യുന്നതിനേക്കാളും സൗണ്ടിന് എന്തോ ഒരു വ്യത്യാസം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടികളിലൊക്കെ ഈ ഫോണിലായിരിക്കും. ഇത് ആപ്പിളൊന്നുമല്ല, S23 ആണ്. ഇത് ഇന്നലെ അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം സൺഡേ അറൈവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ സൺഡേയിലത്തെ വീഡിയോ ഉച്ച തൊട്ട് എടുക്കാമെന്നും കരുതി ഫോണിന് വേണ്ടി കാത്തിരുന്നിട്ട് ഇത് വന്നപ്പോഴേക്ക് മണി 7 ആയി. അപ്പോൾ പിന്നെ രാത്രിത്തെ പ്രിപ്പറേഷൻസ് അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ചാർജും ഇല്ലായിരുന്നുണ്ട്, 36% ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് പവറിലിട്ടിട്ടാണ് ഞാൻ ഇവിടെ അരിയേയും തേങ്ങ അരപ്പ് ഒക്കെ റെഡിയാക്കിയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തു തുടങ്ങുന്നത്. അതായത് ഈ ഫോൺ കൊണ്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ഈ വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇനിയിപ്പോൾ വീഡിയോസൊന്നും അധികം റീച്ച് ആവാത്തത് ക്ലാരിറ്റിയുടെ കുറവ് കൊണ്ടാണെങ്കിൽ അതങ്ങ് പരിഹരിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ ഇത്രയും ഒന്നും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിരുന്നതാണ്, നല്ലൊരു ഏർണിംഗ് ഇതൊന്നും ആവുന്നത് വരെ. പക്ഷേ എന്നോട് എല്ലാവരും പറഞ്ഞു ക്യാമറ കുറച്ച് നന്നായാൽ നമുക്ക് കുറച്ചുകൂടെ വ്യൂസൊക്കെ വരും. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി, എന്തായാലും $100 തന്നല്ലോ, $100 അല്ല, 100 നിന്നും കുറച്ചുകൂടെ കൂടുതലുണ്ട്, ഫസ്റ്റ് പേയ്മെൻ്റ് ആയല്ലോ. അപ്പോൾ പിന്നെ അങ്ങ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കിടന്നോട്ടെ എന്ന് കരുതി ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. നല്ല ഓഫർ റേറ്റിൽ എനിക്ക് 40 ബിലോയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതെടുത്തപ്പോഴത്തേക്ക്. കപ്പയായി മീൻകറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത ആ ഈവനിങ് വീഡിയോയ്ക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ച് വന്നപ്പോഴേക്ക് അമ്മ ഇവിടെ സൂപ്പ് റെഡിയാക്കി. ആ കപ്പ അടച്ചു വെച്ചിരിക്കുന്ന പാത്രം ഇത്തിരി പൊട്ടി കേട്ടോ. ഇനി എവിടെയെങ്കിലും എക്സിബിഷന് പോകുമ്പം അതിൻ്റെ ഒരു ചെറിയ സാധനം മേടിക്കണം, അത്രയും ചെറിയൊരു അടപ്പ് വേണം എനിക്ക്. ഇവിടെ കിളിക്കൂടൊക്കെ വെക്കുന്ന ഒരു കട പോലത്തെ ഒരു സംഭവമുണ്ട്, പുൽക്കൂടും കിളിക്കൂടും ഒക്കെ വെക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പോകണം, വഞ്ചിക്കോലിനടുത്തായിട്ട്. അവിടെ ഉണ്ടാവുമെങ്കിൽ ചിലപ്പോൾ അതുവഴി പാസ് ചെയ്യുമ്പോൾ മേടിക്കും. എന്നാൽ എനിക്കിപ്പോൾ അത് കളയാൻ പറ്റത്തില്ല. അതാണ് അതങ്ങനെ പൊട്ടിയ പാത്രങ്ങൾ യൂസ് ചെയ്യരുതെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. ഡിന്നറിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ പോയി ആ സമയത്ത് ഓഡിയോ ആഡ് ചെയ്തത്. അല്ലെങ്കിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. കാരണം ഇന്നലെ വൈകുന്നേരത്ത് ഞാനും കുക്കും കൂടെ പോയി പൊറോട്ടയും ഫ്രൈയും കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ബാക്കിയുള്ളത് ഒരു 5 പൊറോട്ടയും കുറച്ച് ചാറും പിന്നെ ചിക്കൻ ഫ്രൈയുടെ കുറച്ച് പീസസും ഉണ്ട്. അപ്പോൾ കുക്കൂനും അലനും കൂടെ ഇതങ്ങ് ചൂടാക്കി കൊടുക്കാമെന്ന് കരുതി. അമ്മ ഇവിടെ രാവിലെ തൊട്ട് പറയുന്നു ചോളപ്പുട്ടുണ്ടാക്കാം. എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു പൊടിയോ പൗഡറോ എങ്ങാണ്ട് ആൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ഞാൻ ഡിന്നറിന് എടുക്കുന്നത് കേട്ടോ. ഇതാണ് പുട്ട്, ചോളപ്പുട്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഞാൻ തലയും കുറച്ച് എന്താ പറയുക ഉടലും എല്ലും മുള്ളും ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഉടന്തൽ മുളകിട്ടിട്ടാണ് ഈ സൂപ്പ് അമ്മ വെച്ചത് കേട്ടോ. ഉടന്തൽ മുളകെന്ന് പറഞ്ഞാൽ കാന്താരിയല്ല, എന്നാൽ ഉണ്ടമുളകാണെന്ന് വെച്ചാൽ അതുമല്ല, ഒരു പച്ച നല്ല വണ്ണമൊക്കെ ഉള്ളൊരു മുളക്. ആ സൂപ്പിൻ്റെ ചട്ടി അങ്ങോട്ട് തുറക്കുമ്പോഴുണ്ടല്ലോ നല്ല കുരുമുളകിൻ്റെയും ആ മുളകിൻ്റെയും ഒക്കെ മണം. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി. അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സൂപ്പായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ ഞാൻ ഉണ്ടാക്കുന്നില്ലാന്ന്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ എനിക്ക് തേങ്ങാപ്പാൽ ചേർക്കാതിരിക്കുമ്പോൾ ഒരു മുഷിപ്പ് പോലെ തോന്നും മീനിന്. അമ്മയോ ലില്ലിയംച്ചിയൊക്കെ ചെയ്താൽ അതൊന്നും വരത്തില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല അവരുടെ ട്രിക്ക്. ഇന്നലത്തെ റീമിക്സ് ആണോ ഇന്നെന്നുള്ള ചോദ്യമാണ് കേട്ടത്. എന്തായാലും ഇന്നലെ മേടിച്ചതല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇതങ്ങ് തീരട്ടെ. ചിക്കൻ ഫ്രൈ ഒക്കെ പിന്നെ കുക്കൂനും ഇഷ്ടമായതുകൊണ്ട് ഇപ്പം അങ്ങ് നല്ലപോലെ അങ്ങ് കഴിക്കും.
കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രൈ നല്ല കറമുറായിരിക്കുമല്ലോ, നല്ല മുരിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളത് കഴിക്കുവാണ്. ഈ പില്ലോ കവേഴ്സ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇപ്പോൾ മേടിച്ചിട്ട് ഒരു 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇത് ഞാൻ ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റും. കാരണം എൻ്റെ അപ്പൻ, നിലു ഇവരെല്ലാവരും കടപ്പുറത്ത് കിടക്കാൻ പോകുമ്പോൾ ഇതിൽ നിന്നാണ് തലങ്ങണി ഇറക്കിക്കൊണ്ട് പോകുന്നത്. അവിടെ ഇട്ട് ഇത് നാറ്റുന്നതിനേക്കാളും നല്ലത് ഞാനിതിൻ്റെ കവർ മാറ്റി പഴയത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിടുന്നതാണ്. അത് ഈ ബ്ലാക്കും ഡാർക്ക് ഗ്രീനൊക്കെ ആയതുകൊണ്ട് അധികം അഴുക്ക് പിടിക്കത്തില്ല. ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മണി ഏകദേശം 9:45. വീട്ടിലുള്ള 2 പേരെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ തിരക്കി ഇറങ്ങിയതാണ്, ചോറുമായിട്ട് ഇറങ്ങിയതാണ് കുറച്ച് മുന്നേ കേട്ടോ. ഏതോ ഒരു വണ്ടി പാസ് ചെയ്ത സൗണ്ടാണ്, ഒന്നും ഇവിടെ തട്ടി വീണതല്ല. ആ നിൽക്കുന്ന 2 ആൾക്കാരെ ഓടിച്ചതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങ് സ്റ്റാറൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ, നമ്മുടെ ഇവിടുത്തെ സ്റ്റാർ സി ഡയമണ്ട്സിൻ്റെ കുട്ടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലില്ലിയൻസിൻ്റെ വീട്ടിലെ ക്രിസ്മസ് ഡെക്കറും വീട്ടിലതും ഒക്കെ ചേർത്ത് ഞാനൊരു റീലായിട്ട് പിന്നെ ചെയ്യാം കേട്ടോ. അവിടുത്തെ താജ്മഹൽ കണ്ണം പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പണി തീരാതെ ഞാനത് പോസ്റ്റ് ചെയ്താൽ അവൻ എനിക്കിട്ട് നല്ലത് തരും. ഇത് ബാബു അങ്കിളാണ് കേട്ടോ. ലില്ലിയംച്ചിക്ക് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു, ജോൺസൺ അങ്കിൾ മരിച്ചുപോയി. അങ്കിൾ ബിലായ് സ്റ്റീൽ പ്ലാന്റിലായിരുന്നു ജോലി. ഫാമിലിയൊക്കെ അവിടെ സെറ്റിൽഡാണ്. 2 പെൺകുട്ടികളും ബാബു അങ്കിളും, മീന ആൻറ്റിയും മിനി ആൻറ്റിയും ബാബു അങ്കിളാണ് ഉണ്ടായിരുന്നത്. ബാബു അങ്കിൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കത്തിയൊക്കെ വെച്ചിട്ട് അനിപ്പപ്പാടെ കൂടെ സ്കൂട്ടറിൽ കയറി 2 പേരും വീട്ടിൽ വന്നിറങ്ങി. കുക്കുവിൻ്റെ നാളത്തെ എക്സാമിനുള്ള പഠിത്തമാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അവിടെ നിലുവിന് ഉറക്കാനുള്ള ശ്രമമാണ് അപ്പൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഠിത്തമൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്കാണ് ഇവിടെ കരോൾ എത്തിയത്. കരോൾ കാണിച്ചു തരാം. ഈ കൂട്ടത്തിലെ കൊമ്പൻ ഇവിടെ നിന്നല്ലേ ഇതായിരിക്കുന്നു, പേടിത്തൊണ്ടൻ. സാന്റാക്ലോസിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകത്തില്ല. ആൻഡ് ദിസ് ഈസ് December 16th മോർണിംഗ്. ഇന്നാണ് അമ്മയുടെ ബർത്ത്ഡേ. ഞാൻ രാവിലെ എണീറ്റ് ആ ക്യാമറയും പിടിച്ച് കടൽ കാണിച്ചപ്പോഴുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ എടുത്ത ഡിസിഷൻ നല്ലതായി എന്ന് തോന്നി. കാരണം ഇത്രയും നാൾ ഞാൻ ആ കടലിനെ ഫ്രെയിമിലാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന അതേ ക്ലാരിറ്റിയിൽ അതിങ്ങനെ കിട്ടിയപ്പോഴുണ്ടല്ലോ എനിക്ക് നല്ല സന്തോഷമായി. നിങ്ങളിപ്പോൾ എനിക്ക് അതുമാതിരിയൊക്കെ കാണിക്കാമല്ലോ. അതുമല്ല, ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സംഭവമാണ് കേട്ടോ. അതും നല്ല ക്ലാരിറ്റിയിലൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കാനുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ അമ്മയ്ക്കുള്ള രാവിലത്തെ വിഷും മുത്തം കൊടുപ്പും ഒന്നും കാണാത്തത് ഞാനും കുക്കുവും കൂടെ രാത്രി 12 മണി വരെ ഉണർന്നിരുന്നിട്ട് ഞങ്ങൾ വന്ന് അമ്മയ്ക്ക് ഉമ്മയും കൊടുത്തു, വിഷ് ചെയ്തു. അപ്പോൾ അതൊക്കെ രാവിലെ പാതിരാത്രിയെ കഴിഞ്ഞിരുന്നു കേട്ടോ. രാവിലെ ഇന്ന് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. നൂഡിൽസിൻ്റെ കൂടെ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ 3 ബുൾസയും കൂടെ. ചോറ് അമ്മ വെച്ചിട്ടുണ്ട് ദേ കുക്കറിൽ, അതിനെ അടച്ചിടണം. പിള്ളേർക്കുള്ള പാലും കാച്ചി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കുള്ള കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട്. നൂഡിൽസിൻ്റെ പാക്കറ്റ് എല്ലാം ഞാൻ തട്ടിയിടും കേട്ടോ. ചിലർ 2 ഇട്ടിട്ട് 2 മാറ്റി വയ്ക്കുമെന്നോ 3 ഇട്ടിട്ട് 1 മാറ്റി വയ്ക്കുമെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇപ്പിൻ്റെ എല്ലാ പാക്കറ്റും കിടന്നാലേ അതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നൂഡിൽസ് ഇത്തിരി കൂടെ എന്താ പറയുക, ഒരു ഗുമ്മിരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിലിരുന്ന ചീസിൻ്റെ സ്ലൈസ് അല്ലായിരുന്നു വരുന്നത്, നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുന്ന സംഭവമായിരുന്നു ഇരുന്നത്. അപ്പോൾ ആ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ കുഴിയിൽ നിന്നൊക്കെ ഇത് തോണ്ടിയെടുക്കാൻ പിന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തി വെച്ച് ചീകിയിട്ടു. അതെല്ലാം കൂടെ കിടന്ന് വേവുമ്പോഴത്തേക്ക് അതങ്ങ് ശരിയാവും. നൂഡിൽസ് അവിടെ തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് വന്ന് നമ്മുടെ കെറ്റിലിൽ വെച്ചിരുന്ന വെള്ളം അപ്പോഴേക്ക് റെഡിയായി. അത് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനും പിന്നെ കാപ്പിക്കായിട്ടും എടുക്കുന്നുണ്ട്. ഇന്നത്തെ കാപ്പി കൂടിയൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ ആകാമെന്ന് കരുതി കേട്ടോ. കാരണം രാവിലെ കുറച്ചധികം സമയമുണ്ട്. നൂഡിൽസ് ആയി, ഉച്ചയ്ക്കത്തെ കറികളെല്ലാം ആയിരിക്കുകയാണ്, ചോറും ആയിരിക്കുക. കപ്പയുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെജിറ്റബിളൊന്നും ഉണ്ടാക്കുന്നില്ല. അയല പൊരിക്കാൻ എടുക്കണം, അതാണ് അവിടെ ഡബ്ബയിലിരിക്കുന്നത്. തണുപ്പൊന്ന് മാറാനായിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അയല മസാല പുരട്ടി വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാനായിട്ട്. പിന്നെ കുക്കുവിന് ഇന്നത്തെ എക്സാം GK ആണ്. GKയും കമ്പ്യൂട്ടറും 25 മാർക്സിനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ പെട്ടെന്ന് പഠിച്ചും തീർന്നു.
ഒരു 2 തവണ ഇന്നലെ തന്നെ കാണാതെ എഴുതി റിവിഷൻ ഫുള്ള്. രാവിലെ ഇനി എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവനെ ഒന്ന് വിളിച്ച് ഒന്നും കൂടെ എണീപ്പിച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിരുന്നു നമ്മുടെ വീഡിയോയുടെ റീച്ചൊക്കെ നോക്കി. പതിവ് പോലെ ശോകം തന്നെയായിരുന്നു. 500 അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ച് വന്നിട്ട് ആ ദേഷ്യം മാറാനായിട്ട് ഞാൻ ചടപട 3 ഓംലെറ്റ് അടിച്ചു. ഇതിന് ഓംലെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ബുൾസൈ എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് 2 സൈഡും ഞാൻ മുറിച്ചെടുക്കും കേട്ടോ. അല്ലാതെ സണ്ണി സൈഡ് അപ്പ് ചെയ്യുന്നത് ആലം പറയും ഇത് വേവാത്ത പോലെ ഇരിക്കണമെന്ന്. എനിക്കായിട്ട് വരുമ്പോൾ ഞാനങ്ങനെ തിരിച്ച് അതിപ്പോൾ ഒരു ഹാബിറ്റായിപ്പോയി. എനിക്കങ്ങനെ തിരിക്കരുത് എന്ന് വിചാരിച്ചാലും ഞാനതങ്ങ് തിരിച്ചിടും. ഇങ്ങനെ ചെയ്തിപ്പോൾ അപ്പം ചുടുമ്പോൾ തന്നെ ചിലപ്പോൾ എൻ്റെ കൈ അറിയാതെ അത് തിരിച്ചിടാനായിട്ട് തുടങ്ങും. ഇതിന് മീതേക്ക് ഉപ്പും പെപ്പർ പൊടി ഇട്ടിട്ടാണ് അങ്ങനെ അങ്ങ് ചെയ്തെടുക്കുന്നത്. 2 സൈഡും ഒന്ന് ലേശം മുറിച്ചെടുക്കും. കളഞ്ഞു പോയിട്ട് തിരിച്ച് കിട്ടിയിട്ട് വീണ്ടും കളഞ്ഞു പോയ എൻ്റെ മേക്കാതുമായിട്ടാണ് അമ്മ വരുന്നത് കേട്ടോ. അത് കിട്ടിയതിൻ്റെ ചിരിയാണ് ആ മുഖത്ത്. അതെന്താ സംഭവിച്ചതെന്നറിയാവോ? മേളിൽ ബെഡേ കിടന്ന് തന്നെ അലന് മേക്കാത് കിട്ടി. അതിൻ്റെ ബാക്കിൽ സാധനം ഇല്ലായിരുന്നു, അതായത് തിരുപ്പാണി ഇല്ലായിരുന്നു, മേക്കാത് ഉണ്ടായിരുന്നു. അത് അലനെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ നേരെ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തായിരുന്നു. കൊടുത്തിട്ട് ഞാൻ എന്തോ ഇന്നലെയോ മിനിഞ്ഞാന്നോ കിച്ചണിൽ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ അത് കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വേറെ എന്തോ ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് അമ്മയ്ക്ക് അത് ഓർമ്മ വന്നത്. ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ കൗണ്ടർ ടോപ്പ് ഒരു 50 പ്രാവശ്യമെങ്കിലും തുടച്ച് ആ സിങ്കിലേക്ക് ഇടും. ആ സിങ്കിൽ നിന്ന് ഓവ് വഴി ചിലപ്പോൾ ആ ഓടയിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മൾ ചെറിയൊരു ഓട പോലെ അവിടെ വെച്ചിട്ടുണ്ട് വേസ്റ്റ് വെള്ളം പോകാനായിട്ട്. അല്ലെങ്കിൽ താഴെ വീണിട്ട് ഞാൻ തൂത്ത് കളഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ പിന്നെയും അത് പോയല്ലോ എന്നും പറഞ്ഞ് അമ്മ ഭയങ്കര സങ്കടത്തിൽ ഇവിടെ എല്ലാം തിരക്കി. ഞാൻ പറഞ്ഞു ഇനി തപ്പുണ്ട്, അത് ഓവിലേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. എന്തോ തൂത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിച്ചൺ തൂത്ത വഴിക്ക് അതെങ്ങനെയോ വെളിയിൽ പോയതാണ്. അമ്മ ഇന്ന് മുറ്റം തൂത്തപ്പോഴത്തേക്ക് അത് വീണ്ടും കിട്ടി. അപ്പോൾ ഇനി നമുക്കൊരു തിരുപ്പാണിയും കൂടെ മേടിച്ചാൽ മതി. കുക്കുവിന് കാണാൻ എഴുതാനൊക്കെ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനും കുക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. അവിടെ കിഡ്സ് റൂമിൽ കിടന്ന് ഈ അയൺ ടേബിൾ ഞാനിങ്ങ് മേളിലാക്കി. അവിടെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇരുന്നോട്ടെ. പിന്നെ ഇവിടെ ആകെ തേക്കുന്നത് അലൻ ഷർട്ട് തേക്കുന്നതാണ്. തേച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ എന്തോ ഇരിക്കുന്നു, ഒരു കുഞ്ഞി കാറ്. ഇതിപ്പോൾ എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. അങ്ങനെ യൂണിഫോം ഷർട്ട് തേക്കാനായിട്ട് കൊണ്ടുവന്ന കുക്കു സാറിൻ്റെ കയ്യിൽ അത് ഞാനങ്ങ് തിരിച്ചു കൊടുത്തു വിട്ടു. എന്നിട്ട് ഞങ്ങളുടെ അവൻ്റെ യൂണിഫോമും എൻ്റെ ഡ്രസ്സും ആസ് യൂഷ്വൽ ബ്ലാക്കിലെ ഏതോ ഒരു ടോപ്പും എല്ലാം കൂടെ തേച്ച് കഴിഞ്ഞു. തേച്ചിട്ട് ഞാൻ താഴത്തോട്ട് പോകുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇന്നലെ ബെഡ് സ്പ്രെഡൊക്കെ മാറ്റിയ കൂട്ടത്തിൽ ഞാൻ മാറ്റിയ സാധനങ്ങൾ കൊണ്ട് മെഷീനിലിട്ടായിരുന്നു. നമ്മൾ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 2 വയലറ്റ് ബെഡ് സ്പ്രെഡില്ലേ, അതിവിടെ ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു മെഷീനിൽ. അങ്ങനെ പോകുന്ന വഴിക്കാണ് അത് കണ്ണിൽ പെട്ടത്. മെഷീൻ്റെ ഡോറ് ആലൻ ഇങ്ങനെ ഇത്തിരി ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ എടുത്ത് വിരിക്കുന്നതാണ്, അതെന്തോ വിട്ടുപോയി. അങ്ങനെ ഞാൻ അതെടുത്ത് വിരിച്ചിട്ടിട്ട് നേരെ താഴേക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നു. ഇവിടെ സാധാരണ ഇവിടുത്തെ ഈ ഒരു ആംഗിളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ ഞാൻ ഇവിടുത്തെ 2 ലൈറ്റും അവിടുത്തെ 1 ലൈറ്റും സിങ്കിൻ്റെ അടുത്ത് 1 ലൈറ്റും ഒക്കെ ഇട്ട് റിംഗ് ലൈറ്റും കത്തിച്ചാൽ എനിക്ക് അത്ര വെട്ടത്തിൽ ഇതൊക്കെ കാണിക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്തായാലും ക്യാമറ അടിപൊളി ആയതുകൊണ്ട് എല്ലാ ലൈറ്റ് സെറ്റിങ്ങിലും ഈവൻ നൈറ്റ് ഷോട്ട്സ് വരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയേ കാണാം. എന്നിട്ട് ഞങ്ങളതേ സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. കുക്കു സാറിന് ഇന്ന് എക്സാം GK ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും. അവൻ എഴുതി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് സാഡ്ലി യുഡൈസിൻ്റെ അതിപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും, വേറെ 2 പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നത് 2 അല്ല 3 ഇപ്പോഴാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ ബലം പിടിച്ച് ഇരുന്ന് ഒറ്റ ഇരിപ്പിന് ടൈപ്പ് ചെയ്ത് സകല എൻട്രി പരിപാടികളും തീർത്തിട്ട് ടീച്ചേഴ്സൊക്കെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വേണം കേക്ക് മേടിക്കാനൊക്കെ ആയിട്ട് പോകാനായിട്ട്. ഇത് നമ്മുടെ പന്നിക്കടയാണ് ആ കാണുന്നത്. പിന്നെ കുരിശടി അപ്പുറത്തെ വീട്. അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു വണ്ടിക്ക് പോകാനായിട്ട് ഞാൻ സൈഡ് ഒതുക്കിയതാണ്. ഒരു കേക്ക് മേടിച്ചോട്ട് വരാം പോയിട്ട് വരാം. ഞാൻ വരും. അങ്ങനെ അവിടുന്ന് ടാറ്റയും ബൈബയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ നമ്മുടെ ജംഗ്ഷൻ വഴി നേരെ കോളേജ് ജംഗ്ഷനിൽ വന്നു. ഓഫർ കേക്ക് ഷോപ്പ് എന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഓഫറൊന്നും ഞങ്ങൾ ചെന്നപ്പോൾ കിട്ടിയില്ല. അത് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാം തീർന്നു പോയി എന്ന് പറയും. പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ദേ ഇവിടെ ഗേറ്റ് അടവ്. അവിടെ ഒരു 5-10 മിനിറ്റ് കിടന്നിട്ട് വീട്ടിലെത്തി. കേക്ക് കട്ടിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്കാണ് റോബിൻ ചേട്ടയും പവഴനും ഒക്കെ എത്തിയത് കേട്ടോ. നേരത്തെ വിളിച്ചെങ്കിലും ഇങ്ങെത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അമ്മ നിലുവിന് ചോറ് കൊടുക്കുകയാണ്. ഞാനും പിന്നെ അങ്ങ് ചോറെടുത്തു. ഇവരൊക്കെ ലേറ്റ് ആവും കഴിക്കാൻ. ഒരു ദിവസം ഒരു ആൾക്കാർ സഹിക്കും.
ഈ പൊടി ബാച്ചുലേഴ്സ് മാത്രം വന്നാൽ മതി. എല്ലാവരുടെ സീറ്റ് കയറി കിടക്കുന്നു. നമ്മുടെ സീറ്റ് വേറെ സ്ഥലത്തുണ്ട്. ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി ഞാനും ഞാൻ അവസാനം പിന്നെ കുറേ നേരം കത്തി വെച്ചിരുന്നിട്ട് അവരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഞാനും ആലനും ഇതുവരെ ബിലായിക്ക് പോയിട്ടില്ല. ലാസ്റ്റ് ടൈം ജയ്പൂരിൽ ഡെക്സ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ഡിസംബറിൽ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കാണ് ജോൺസൺ അങ്കിളുടെ 30 പൂജയ്ക്ക് ഇവരൊക്കെ ബിലായിലേക്ക് പോയത്. ഒരു ട്രെയിൻ യാത്ര അപ്പം കഴിഞ്ഞതുകൊണ്ടും കുക്കുമൊക്കെ കുറച്ച് ചെറുതായിരുന്നു അന്നേരം. പിന്നീടൊരു യാത്രയ്ക്ക് ഉടനെ ത്രാണിയില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്കത് മിസ്സായി. ഞങ്ങൾ കയറി പോയിരുന്നില്ല. ഇനിയിപ്പോൾ ബിലായിലേക്ക് ഹോളിക്ക് എല്ലാവരും വരണമെന്നും പറഞ്ഞ് ബാബുങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പവിഴൻ ഇനി ആരെയും കൊണ്ടുവരുത്തി. ഈ പവിഴനും സന്തോഷും ഉണ്ണിയൊക്കെ ഒരാളാണ് കേട്ടോ. ഇനി ആരെയും കൊണ്ടുവരത്തില്ല, അന്ന് ഇതുപോലെയൊക്കെയാണ് കാണിച്ചത്, ഒരുമിച്ചിരിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ കഥകളൊക്കെ അയവിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ ഇടയ്ക്ക് ഡോറിനായിട്ട് നമ്മൾ മേടിച്ച കേർട്ടൻസ് ഇത് രണ്ടുമാണ് കേട്ടോ. നെറ്റിൻ്റെ ക്രീം കളർ തുണിയാണ് എടുത്തത്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ മനസ്സിൽ ഈ ഷെൽഫിൻ്റെ ബോർഡർ ഏകദേശം ആ കളറായിരുന്നു. ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ട് ഷെൽഫിൻ്റെ കളറിനും ആ കേർട്ടൻ്റെ കളറിനുമായിട്ട്. എന്നാലും ഇരുന്നോട്ടെ, ഒരു വെറൈറ്റി അല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് ഞങ്ങളത് പവിഴൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുവാണ് കേട്ടോ. ബാബു അങ്കിൾ 2 ദിവസത്തിനുള്ളിൽ ബിലായിക്ക് തിരിച്ചു പോകും. ടിക്കറ്റ് ഓക്കെ ആവേണ്ട താമസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പവിഴൻ്റെ വക ഒരു ചെറിയ സെൻഡ് ഓഫ് പാർട്ടി നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്യുവാണ്. ഇത്രയും കോഴിക്കൂട്ടിലെ കോഴികളെ നോക്കിയിരുത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് BBQ ചെയ്യുന്ന ഞങ്ങൾ ഇപ്പം എൻ്റെ മനസ്സിൽ അതാണ് ഓടിക്കൊണ്ടിരുന്നത് അതുങ്ങളെ കണ്ടപ്പോൾ. തീയും കനലും ഒക്കെ കത്തിപ്പിടിക്കുന്ന ടൈമിൽ മിനിയാൻ്റെ എടവനക്കാട് സെയിൻറ്റ് അംബ്രോസിൻ്റെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന പായസമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ടിന്ന്. നമ്മുടെ അരവണ തന്നെ കേട്ടോ, അതേ ടേസ്റ്റൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അതൊന്ന് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അകത്ത് കുക്കു സാറ് ഇപ്പോൾ ഫോൺ എൻ്റെ കയ്യിൽ മറ്റേ ക്യാമറ ഉള്ളതുകൊണ്ട് എൻ്റെ ഫോൺ ഒഴിവാണല്ലോ, അതെടുത്ത് വെച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ. ഓടറാ, എന്താ ഓടാത്തത്? തുപ്പ് ഓടാ ഇനി. എന്താ തുപ്പ ഒന്നും വരത്തില്ലടാ, പക്ഷെ ചുമ്മാ അങ്ങനെ മുൻവാതിലൂടെ കയറി വീണ്ടും നമ്മൾ ഇതേ സ്പോട്ടിലെത്തി. പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു. ആരാ നിലു? മേരുകുട്ടിയാ? മേരിക്കുട്ടി എൻ്റെ സത്യം പറഞ്ഞാൽ ഇവനെ പറയുന്നതുണ്ടല്ലോ, ഇതൊരു ടെലികാസ്റ്റ് കൊച്ചെന്നാണ്. അതെന്തുവാന്ന് ആൻറ്റിക്കേ അറിയത്തുള്ളൂ. കുക്കുവിനെ ആണെങ്കിൽ കുക്കു കണ്ണേ കരളേന്നൊക്കെ ആൻറ്റി വിളിക്കുന്നത്. അതല്ല ഞങ്ങളുടെ ബാബുജേട്ടന്റെ സെറ്റപ്പ് പാർട്ടിയാണ്. ആള് പോകുന്നില്ലെന്ന്. സെൻഡ് ഓഫ് പാർട്ടി ചപ്പാത്തിയും BBQവും പൊറോട്ടയും പിന്നെ പാർട്സ് കറിയൊക്കെയാണ് കേട്ടോ മെനു. കോഴി കിട്ടുകൊടുക്കട്ടെ. ഞാനവിടെ മയണൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനീചാച്ചൻ ഒരു വഴുതനയും 2-3 തക്കാളിയും 2-3 പച്ചമുളകൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് കുറച്ച് പച്ചക്കയൊക്കെ കുത്തി ഒരു കമ്പയ്ക്കകത്താക്കി അതിൻ്റെ അകത്ത് വെച്ച് ചുട്ടെടുത്തു. എന്നിട്ട് ഇതെന്തോ ഒരു സ്പെഷ്യൽ ഡിഷാണ്, ഇതെല്ലാം കൂടെ ഉടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇടികല്ല് വെച്ച് ഉടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ടേസ്റ്റ് കുറവ് തോന്നിയപ്പോൾ ഞാനതിലൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. ഇവിടെ പിന്നെ ബാക്കിയുള്ളൊരു പരിപാടി തുടങ്ങി കേട്ടോ. ബാബുങ്ങൾ വന്നപ്പോൾ ടച്ചിങ് സിനത്തിൽ ഇവിടെ കുറച്ച് നെത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ റിഞ്ചു ചേച്ചി ഫ്രിഡ്ജിലിരുന്ന് ഫ്രോസൺ ആയിട്ടിരുന്ന നെത്തോലീനെയൊക്കെ 3-ാം മുറ ഉപയോഗിച്ച് മെൽറ്റാക്കി അരപ്പ് പുരട്ടിക്കൊണ്ടിരിക്കുക. പാർട്സ് കറി മിനിയാൻ്റെയാണ് വയ്ക്കുന്നത്. ചോച്ചുവിൻ്റെ വക ചപ്പാത്തിയും. പവിഴൻ്റെ മൂത്ത മോളാട്ടോ, റൊസാന എന്നാ പേര്, ഞങ്ങൾ ചോച്ചു എന്ന് വിളിക്കും. ആദ്യം പറഞ്ഞ പോലെ പൂത്തിരിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ ചെറിയ പൊട്ടിത്തിരിയൊക്കെ ഉണ്ടായി കേട്ടോ. ആദ്യം നന്നായിട്ടുണ്ടായി, എല്ലാവരും എണീറ്റ് ഓടുന്ന ഭാഗത്തിന്. അന്നേരം എൻ്റെ ക്യാമറ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്യാമറയും കൊണ്ട് ആദ്യം ഓടി.
बाबाजी का जाने का एक दो तीन चार ഇങ്ങനെ വളഞ്ഞിരിക്കും. ഒരുമാതിരി മീശയൊക്കെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും. നീ എന്താണ് ഈ മറ്റേ ബഹിരാകാശത്ത് സുനിത വില്യംസ് ഇരിക്കുന്ന മേലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല. പാട്ടും തെക്ക് വടക്കെ നടക്കുകയാണ്. ഒരുമിച്ച് പാടുന്നെങ്കിൽ പാടും. അത് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അല്ലെങ്കിൽ ഞങ്ങളെ കൂവും. തുടങ്ങും. ചേച്ചിയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആൾ എബ്രോഡാന്ന്. അപ്പോൾ അവിടെ തണുപ്പ് കൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിരുന്നിട്ട് അനങ്ങാതിരിക്കുന്നു. അതിനാണ് അങ്ങനെ ഒരു കമൻറ്റ് വന്നത്. ഇവിടെയൊക്കെ തന്നെ ഇരുന്ന് തന്നെയായിരുന്നു കേട്ടോ ഡിന്നർ. നിലൂന് ടൊട്ടമണ്ടിയിൽ പോകണമെന്നും പറഞ്ഞിട്ട് കണ്ണൻ്റെ കൂടെ ബുള്ളറ്റിൽ കയറിപ്പോയി. ബാക്കിയുള്ളവരൊക്കെ പല പല വണ്ടികളിലായിട്ട് പോയി. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.